കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ആളുകൾ ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ്. എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ആളുകൾ കിട്ടുന്നതുകൊണ്ട് ഉപയോഗിക്കുന്നു. കിട്ടുന്നത് എങ്ങനെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ പിണറായി സർക്കാർ 2026 10 വർഷം പൂർത്തിയാവുകയാണ്. അപ്പോൾ 10 വർഷം, ഇപ്പോൾ 9 വർഷം ഇപ്പോൾ പൂർത്തിയായി, 10ാം വർഷത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ കഞ്ചാവ് ഉൾപ്പെടെ ഏതു മയക്കുമരുന്നിൻ്റെയും ഉപയോഗം, പ്രചാരം തടയാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം സർക്കാരിനാണ്. തർക്കമില്ലാത്ത കാര്യമാണ്. സർക്കാരിന് മാത്രമല്ല, മാതാപിതാക്കൾക്കുണ്ട്, സമൂഹത്തിനുണ്ട്. പക്ഷേ പ്രിവെൻറ്റീവ് മെഷേഴ്സ്, ഇതിനെ പ്രതിരോധിക്കാനുള്ള മയക്കുമരുന്ന് വസ്തുക്കൾ കേരളത്തിലേക്ക് വരുന്നത് തടയാനുള്ള ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയാണ്. അല്ലാതെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് പിണറായിയുടെ ഈ 9 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിൽ എത്രമാത്രം വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് പരിശോധിക്കാം. 2016 പോലീസ് കേരളത്തിലെടുത്തത് 5924 കേസുകളാണ്. എക്സൈസ് എടുത്തത് 2985 കേസുകൾ. പിണറായി സർക്കാരിൻ്റെ തുടക്കം. ഇനി 2017 നമുക്ക് പോവാം. 9244 കേസുകൾ. 5924, 6000 എന്ന് പറയുന്നത് 9244 പോലീസിൻ്റെ കേസുകൾ മാറി. 2985 2016 എക്സൈസ് എടുത്ത കേസുകൾ 5946 2017 മാറി. അതിൻ്റെ തൊട്ടടുത്ത വർഷം പോലീസ് എടുത്തത് 8724 കേസുകളാണ്. എക്സൈസ് എടുത്തത് 5573 കേസുകളാണ്. 2019 ആയപ്പോഴത്തേക്ക് 9245 കേസുകൾ പോലീസ് എടുത്തു, 7099 കേസുകൾ എക്സൈസ് എടുത്തു. 2020 4968 കേസുകൾ പോലീസ് എടുത്തു, എക്സൈസ് എടുത്ത് 3667 കേസുകളാണ്. 2021 5695 കേസുകൾ പോലീസ് എടുത്തപ്പോൾ 3919 കേസുകളാണ് എക്സൈസ് എടുത്തത്. ഇനി 2021 ആയപ്പോഴത്തേക്ക് അത് പോലീസിൻ്റെ കേസുകൾ 26619, എക്സൈസിൻ്റെ കേസുകൾ 6119. 2023 ആയപ്പോൾ അത് 30697 കേസുകളായി. എക്സൈസ് എടുത്തത് 80096 കേസുകളായി. ഇനി കഴിഞ്ഞ വർഷം 2024 അവസാനിച്ച വർഷം എത്ര കേസുകൾ പോലീസ് എടുത്തു, എത്ര കേസുകൾ എക്സൈസ് എടുത്തു എന്ന് നോക്കണം. 27053 കേസുകൾ പോലീസ് എടുത്തപ്പോൾ എക്സൈസ് എടുത്തിരിക്കുന്നത് 8161 കേസുകളാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഗ്രാജുവലി ഓരോ വർഷവും എക്സൈസ് കേസുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇത് സാമ്പത്തിക 2024 കണക്കെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഈ ഡിസംബറിൽ അവസാനിക്കുന്ന വർഷത്തെ കണക്കാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം ഗ്രാജുവലി ഓരോ വർഷവും പോലീസ് എടുക്കുന്ന, എക്സൈസ് പിടിക്കുന്ന കേസുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. കൂടുതലും ഈ ഹൈബ്രിഡ് കഞ്ചാവ് പറയാം അതിലേക്ക് വരാൻ ഞാൻ. പോലീസ് മാത്രം കഴിഞ്ഞ വർഷം 2024 4500 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചിട്ടുണ്ട്. അതിൽ 24 കിലോഗ്രാം MDMA പിടിച്ചിട്ടുണ്ട്. 24 കിലോഗ്രാം MDMA എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ MDMA ആണ്. MDMA എന്ന് പറയുന്നത് ഒരു രാസലഹരിയാണ്. അതിൻ്റെ വളരെ ചെറിയ 1 ഗ്രാം MDMA കൊണ്ട് തന്നെ 10-20 പേർക്ക് ലഹരി എടുക്കാൻ പറ്റും. ഒരു തരി മതി, തരിക്കാണ് വില. ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചിരിക്കുന്നത് 100 കിലോയാണ്. 22 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചിട്ടുണ്ട്. ഈ വാണിജ്യ ഉപയോഗത്തിനായിട്ട്, അതായത് ആളുകൾ ഒരു കഞ്ചാവ് ബീഡി പിടിക്കുന്നവനും ഈ കണക്കിലുണ്ട് കേട്ടോ. ഒരു കഞ്ചാവ് വലിക്കുന്നവനെ പിടിച്ചുകൊണ്ട് പോകുന്നതും ഒക്കെ ഈ കേസിലുണ്ടാവും. അങ്ങനെ ചെറിയ ക്വാണ്ടിറ്റി. കാരണം കഞ്ചാവിൻ്റെ കേസിൽ ഈ ജാമ്യം കിട്ടാൻ 1 കിലോയിൽ താഴെ കഞ്ചാവ് കൈവശം വെച്ചാൽ ജാമ്യം കിട്ടുമെന്നാണ് കേൾക്കുന്നത്. ഈ BNS അത് മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കഞ്ചാവിൻ്റെ കാര്യത്തിൽ ക്വാണ്ടിറ്റി ഇത്ര കിലോ മിനിമം ഉണ്ടായാൽ മാത്രമേ അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 258 കേസുകൾ വാണിജ്യാടിസ്ഥാനത്തിൽ, വാണിജ്യം എന്ന് പറയുമ്പോൾ കുറേ ക്വാണ്ടിറ്റി വേണം, വാണിജ്യാടിസ്ഥാനത്തിൽ കഞ്ചാവ് വിറ്റതിന് പിടിച്ചിട്ടുണ്ട്. 565 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കഞ്ചാവിൻ്റെ, കേരളത്തിലേക്കുള്ള മയക്കുമരുന്നിൻ്റെ വരവ് കൂടിക്കൊണ്ടിരിക്കുന്നു, കേസുകൾ പിടിക്കുന്നത് കൂടുന്നുണ്ട്.
അപ്പോൾ കേസുകൾ പിടിക്കുന്നത് കൂടുന്നു എന്നത് സർക്കാരിൻ്റെ കുറ്റമൊന്നും പറയണ്ട. സർക്കാരിൻ്റെ പ്രിവെൻഷൻ മെക്കാനിസം ഫലപ്രദമല്ലാത്തത് കൊണ്ടാണ് ഇത് വരുന്നത് എന്ന് സംഭവിക്കുമ്പോൾ തന്നെ കേസുകൾ പിടിക്കുന്നത് കൂടുന്നുണ്ടെങ്കിൽ കൂടുതൽ ആക്റ്റീവായിട്ട് പോലീസും എക്സൈസും ഇടപെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചിലർ പറയും ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് പിടിച്ച ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ എന്ത് ചെയ്തു? മയക്കുമരുന്ന് പിടിച്ചു അല്ലേ? ഗുജറാത്തിൽ മയക്കുമരുന്ന് പിടിച്ചു എന്നാണ്, അല്ലാതെ ഗുജറാത്തിലൂടെ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയതല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് പിടിക്കുന്ന ഗുജറാത്തിലാണ് എന്ന് ചില ആളുകൾ ഗുജറാത്ത് ഭരിക്കുന്ന BJP കുറ്റപ്പെടുത്താൻ വേണ്ടി പറയും. എടാ അങ്ങനെയല്ല, ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് പിടിച്ച ഗുജറാത്തിലാണെങ്കിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെക്കാനിസം ഉള്ളത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ അംബാനിയുടെ തുറമുഖം വഴി വന്നിട്ട് അത് കടത്തിക്കൊണ്ട് പോയില്ലല്ലോ, പിടിച്ചില്ലേ? അപ്പൊ അംബാനിയുടെ തുറമുഖം ആയതുകൊണ്ട് പിടിച്ചു എന്ന് വ്യാഖ്യാനിക്കുക എന്നല്ലേ ശരിക്കും വ്യാഖ്യാനിക്കേണ്ടത്. കൊച്ചി തുറമുഖം വഴി പിടിച്ചു എന്ന് പറഞ്ഞാൽ കൊച്ചിക്ക് ക്രെഡിറ്റാണ്. കൊച്ചിയിലെ മെക്കാനിസം പക്ക ആണെന്നാണ് പറയുന്നത്. കൊച്ചിയിലൂടെ നിർബാധം കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അതിപ്പോൾ മെക്കാനിസം മോശമാണ്. അപ്പോൾ അംബാനിയുടെ തുറമുഖത്താണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് പിടിച്ചെന്ന് ഇവിടെ ചില ആളുകൾ തള്ളി മറിക്കാറുണ്ട്. അത് പോസിറ്റീവ് അല്ലേ? അംബാനിയുടെ തുറമുഖം വഴി കൊണ്ടുവന്നപ്പോൾ അവിടെ പിടിച്ചു. അപ്പോൾ അംബാനിക്ക് ക്രെഡിറ്റ് ആണോ കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കേരളത്തിൽ ഈ കേസുകൾ പിടിക്കുന്ന എണ്ണം കൂടുന്നത് മെക്കാനിസം നന്നായി വരുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പൊ എന്താ ബബിത എന്നോട് ചോദിക്കാൻ വന്നത്? ഹൈബ്രിഡ് കഞ്ചാവ് നമ്മളിപ്പോ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. അതാണോ താല്പര്യം? അല്ല, ഞാൻ ചോദിച്ചതാണ് എന്താണെന്ന് അറിയാം. അത് ഈ കഞ്ചാവ് 2 തരത്തിലുണ്ട്. സാറ്റിവ, ഇൻഡിക്ക എന്ന് പറഞ്ഞ 2 കാറ്റഗറിയാണ് കഞ്ചാവിൽ പറയുന്നത്. സാറ്റിവ ഇനത്തിൽപ്പെടുന്ന ചെടികൾ ഏതാണ്ട് 12 അടി ഉയരം വരെ വളരും. അതിന് ഈ പറഞ്ഞ പോലെ അത് ചില ആളുകൾ പറയുന്നത് അവൻ തലപൊക്കി എന്ന് പറയും. തലപൊക്കി അതടിച്ചു കഴിഞ്ഞാൽ ഒരു ഉന്മേഷമൊക്കെ വരും, തല ഇങ്ങനെ പൊങ്ങി നിൽക്കും. ആനമയക്കി എന്നൊക്കെ പറയുന്ന കള്ളില്ലേ, കള്ളിനകത്ത് മറ്റേ ഈ സാധനമൊക്കെ കലക്കിയിട്ട് കൊടുക്കുന്നതിന് ആനമയക്കി രാസലഹരിയുള്ള കള്ള് കിട്ടുന്നുണ്ട്. ഇപ്പം ഈ അടുത്തിടയ്ക്ക് പാലക്കാട് നിന്ന് വാർത്തയുണ്ടായിരുന്നു. CPM-ൻ്റെ നേതാക്കന്മാരെ പിടികൂടി. അതായത് അവിടെ 10-100 തെങ്ങ് ചെത്തുമ്പോൾ കിട്ടുന്നത് 25-30 ലിറ്റർ കള്ളാണ്. പക്ഷെ പാലക്കാട് നിന്ന് കേരളത്തിലേക്ക് വരുന്നത് 2000 ലിറ്റർ കള്ളൊക്കെയാണ്. 10-100 ലിറ്റർ കള്ള് ചെത്തിയെടുക്കുമ്പോൾ 100, 200, 500 ലിറ്റർ കള്ളങ്ങനെ കച്ചവടത്തിന് വരും. നമ്മൾ കാണാറുണ്ട് റോഡിൽ കൂടെ പാലക്കാട് നിന്ന് കള്ളുമായിട്ടുള്ള വണ്ടികൾ പോകുന്നതാണ്. അവിടെ ചെത്തുന്നതിനേക്കാൾ കൂടുതൽ കള്ള് കാലങ്ങളായി പാലക്കാട് നിന്ന് സംസ്ഥാനത്തെ ഷാപ്പുകളിൽ വരുന്നുണ്ട്. തെങ്ങറിയാതെ മേശപ്പുറത്ത് ചെത്തുന്നതാണ് ഗുളിക കലക്കി ഉണ്ടാക്കുന്ന കള്ള്. തെങ്ങിന് ഉണ്ടാക്കുന്നതല്ല, രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കൃത്രിമ കള്ള്. അതിൻ്റെ പേരിൽ ഈ അടുത്ത ദിവസങ്ങളിൽ വാർത്തയുണ്ട്, ഇത് ഉണ്ടാക്കുന്നത് പാലക്കാട്ടെ CPM നേതാക്കന്മാരെന്നാണ് പറയുന്നത്. ഏതായാലും ഈ നിങ്ങൾ പറഞ്ഞ ചോദ്യം ഇതാണ്, എന്താണ് മാരിജുവാന, ഹൈബ്രിഡ് കഞ്ചാവ് എന്താണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സാറ്റിവ, ഇൻഡിക്ക എന്ന് പറയുന്ന 2 തരത്തിലുള്ള കഞ്ചാവ് ചെടികളുണ്ട്. അതിനകത്ത് സാറ്റിവ ഇനത്തിൽപ്പെട്ട ചെടി വളരെ ഉയരത്തിൽ വളരുന്ന കഞ്ചാവാണ്. അതിൻ്റെ ലഹരി എന്ന് പറഞ്ഞാൽ ആൾക്കൊരു ഉന്മേഷം കിട്ടും. പക്ഷേ ഉന്മേഷം ക്ഷണികമാണ്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വാഴപ്പിണ്ടി പോലെ ചെമ്പുന്താള് പോലെ തളർന്നു കിടക്കും. രണ്ടാമത്തത് ഇൻഡിക്ക വിഭാഗം. അത് കഴിഞ്ഞാൽ ശരീരത്തിന് ഭയങ്കര ഭാരം, പിന്നെ എവിടെങ്കിലും കിടന്നാൽ മതി എന്ന് തോന്നും. അങ്ങനെ 2 തരത്തിൽ ക്ഷീണമാണ്, വിശ്രമിക്കണം, കിടക്കണം. ചില ആളുകൾ അടിച്ച് ഓഫായി കിടക്കൂലേ, അത് ഇൻഡിക്ക വിഭാഗത്തിൽപ്പെടുന്ന. നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതലുള്ളത് ഈ ഇൻഡിക്ക വിഭാഗത്തിലുള്ള കഞ്ചാവാണ്. മറ്റതും വരുന്നുണ്ട്, പക്ഷേ സുലഭമായിട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കഞ്ചാവ് കൃഷി നിയമവിധേയമാണ്. മരുന്നിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി റോഡ് സൈഡിലൊക്കെ കഞ്ചാവ് ചെടി വളർന്നു നിൽക്കുന്നതാണ്. പക്ഷേ കേരളത്തിൽ ശിക്ഷാർഹമാണ്. കേരളത്തിലും കഞ്ചാവ് കൃഷി അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് ഇവിടെ ഈ വ്യവസായ സമ്മിറ്റ് നടന്നില്ലേ, അന്നൊരാൾ വന്നിരുന്നു. കേരളത്തിൽ കാര്യമായി കഞ്ചാവ് കൃഷി അനുവദിക്കണം, സർക്കാരിന് വരുമാനം ഉണ്ടാവും. ഇപ്പം എന്ത് ചെയ്തിട്ടും കാശുണ്ടാക്കാനിരിക്കുന്ന പിണറായി സർക്കാർ നാളെ കഞ്ചാവ് കൃഷിയും ചിലപ്പോൾ അനുവദിക്കുമായിരിക്കും, അറിയില്ല. പക്ഷേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഉണ്ട് കേട്ടോ, പിണറായി കുറ്റമൊന്നും പറയണ്ട. അപ്പോൾ ഈ സാറ്റിവ, ഇൻഡിക്ക ഒന്ന് തലപൊക്കിയാണ്, നമുക്കൊരു ഉത്തേജനം ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ഉത്തേജനം ചോർന്നു പോകും. മറ്റവൻ ശരീരത്തിന് ഭാരം കൂട്ടുന്ന, വിശ്രമിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. ഇതിന് 2ൻ്റെയും സ്വഭാവം ഉണ്ടാകുന്ന തരത്തിൽ രണ്ടിൻ്റെയും സ്വഭാവം ഉണ്ടാകുന്ന ഹൈബ്രിഡായിട്ടുള്ള മറ്റ് മാവില്ലേ, നമ്മൾ മൂവാണ്ടൻ്റെയും വേറെ ഏതെങ്കിലും മാവിൻ്റെയൊക്കെ ടേസ്റ്റുള്ള 2 തരം മാവുകളുടെ ടേസ്റ്റ് ബഡ് ചെയ്തൊക്കെ ഉണ്ടാക്കുമല്ലോ എന്ന് പറയുന്ന പോലെ സാറ്റിവ, ഇൻഡിക്ക വിഭാഗത്തിൽപ്പെടുന്ന കഞ്ചാവ് ചെടികളുടെ 2ൻ്റെയും ഗുണം സംയോജിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ചെടികളാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ്. അതഴിച്ചാൽ ഒരു ഉത്തേജനം ഉണ്ടാകും, കുറച്ച് കഴിയുമ്പോൾ ബോധം കെട്ടുറങ്ങുകയും ചെയ്യാം. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്വഭാവം. അതുകൊണ്ട് അത്തരം ലാബറട്ടറിയിൽ നിർമ്മിക്കപ്പെട്ട ഓരോന്നും ലാബറട്ടറി അല്ല, ഈ ചെടികളെ ചേർത്ത് പുതുതായി ഉണ്ടാക്കിയെടുത്ത ചെടികളാണ്
ഈ ഹൈബ്രിഡ് സ്വഭാവത്തിൽപ്പെടുന്ന കഞ്ചാവ്. അപ്പം നമ്മുടെ നാട്ടിൽ ഈ കേരളത്തിൽ കഞ്ചാവ് വരുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? കഞ്ചാവല്ല, മയക്കുമരുന്ന്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ വരുന്നത് 2-3 സ്വഭാവത്തിലുള്ള മയക്കുമരുന്നുകളാണ് കേരളത്തിൽ വരുന്നതെന്ന് എക്സൈസുകാർ പറയുന്നുണ്ട്. ഒന്ന് ഹെറോയിൻ, കഞ്ചാവ് വാറ്റിയെടുക്കുന്നതാണ്. ഹാഷിഷ് ഓയിൽ കഞ്ചാവ് വാറ്റിയെടുക്കുന്നതാണ്. ഹെറോയിൻ അല്ല, ഹെറോയിൻ ബ്രൗൺ ഷുഗർ. പണ്ട് മുതലേ കേട്ടിട്ടുണ്ടല്ലോ ബ്രൗൺ ഷുഗറിനെ കുറിച്ചൊക്കെ. മറ്റേ നമ്മുടെ സാഗർ റേലിയാസ് ജാക്കിയുടെ ഒക്കെ കഥ പറയുന്ന പോലെ ബ്രൗൺ ഷുഗറൊക്കെ വരുന്നു. ബ്രൗൺ ഷുഗറാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള, സിനിമകളിലൊക്കെ പറഞ്ഞ് പോപ്പുലർ ആയിട്ടുള്ള ഒരു മയക്കുമരുന്ന്. ഈ ഹെറോയിനും മയക്കുമരുന്നും ഇവിടെ വരുന്നത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഉണ്ട്, പണ്ട് മുതലേ വ്യാപകമായിട്ടുള്ള. എവിടെ നിന്നാണ് ഇത് വരുന്നത് ആലോചിച്ചിട്ടുണ്ടോ? ഹെറോയിനും ബ്രൗൺ ഷുഗറും ഇന്ത്യയിലേക്ക് വരുന്നത് 3 രാജ്യങ്ങളിൽ നിന്നാണ്. ഒന്ന് പാകിസ്ഥാൻ, ഒന്ന് അഫ്ഗാനിസ്ഥാൻ, ഒന്ന് ഇറാൻ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടെ ആരും ഹെറോയിൻ അടിച്ചാൽ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ അടിച്ചാൽ ഇത് വരുന്നത് വിദേശത്ത് നിന്നാണ്. അത് 3 ഇസ്ലാമിക രാജ്യങ്ങളാണ്, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇറാനും. അപ്പോൾ അവിടെയുള്ള, നമ്മൾ പറയുന്നില്ലേ, ലോകത്തെമ്പാടുമുള്ള ഭീകര സംഘടനകളുടെ ഏറ്റവും വലിയ വരുമാന മാർഗം മയക്കുമരുന്ന് കച്ചവടമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ഇവർ മയക്കുമരുന്ന് എത്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇന്ത്യയിലേക്ക് ഹെറോയിനും ബ്രൗൺ ഷുഗറും ഈ 3 രാജ്യങ്ങളിൽ വരുന്നത്. പിന്നെ വേറെയുള്ളത് രാസലഹരി, രാസവസ്തുക്കൾ ഉപയോഗിച്ച് നമ്മുടെ നഗരങ്ങളിലൊക്കെയുള്ള ലാബറട്ടറികളിൽ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന രാസലഹരി, അതാണ് MDMA, മെത്താംഫെറ്റാമിൻ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേരളത്തിൽ വരുന്നത് എക്സൈസ് പറയുന്നത് ഡൽഹി, ഹൈദരാബാദ്, ആന്ധ്രാപ്രദേശ്, ചെന്നൈ എന്നിവിടങ്ങളിലാണ്. അവിടെയൊക്കെ നഗരപ്രാന്തങ്ങളിലൊക്കെയുള്ള ചെറിയ ലാബുകളിൽ ഈ നിരോധിക്കപ്പെട്ട രാസവസ്തുക്കൾ ചേർത്തിട്ട് ഇവരുണ്ടാക്കുകയാണ്. അതാണ് വലിയ റാക്കറ്റായിട്ട് ഇവിടെ വരുന്നത്. ഇപ്പോൾ കഞ്ചാവ് വരുന്നത് വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന്. അവിടെ പലയിടത്തും ഇത് നിയമവിധേയമാണ്. കഞ്ചാവ് കൃഷി, മരുന്നിനും മറ്റുമായി കഞ്ചാവ് കൃഷി അനുവദനീയമാണ്. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരാളെ കുറിച്ച് പറഞ്ഞു കേട്ടു, ഒരു ഡോക്ടർ വെള്ളമടിച്ച് മരിച്ചു. എന്താണെന്നറിയോ? ഹോമിയോ ഡോക്ടറായിരുന്നു. ഹോമിയോ ഡോക്ടർമാർക്ക് സ്പിരിറ്റ് കിട്ടും. ഈ സ്പിരിറ്റ് പുള്ളി മരുന്നുണ്ടാക്കുന്നതിന് പകരം പുള്ളി സേവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം പുള്ളിയുടെ ലിവറൊക്കെ അടിച്ചു പോയി, പുള്ളി തട്ടിപ്പോയി എന്ന് പറയുന്ന പോലെ. അപ്പോൾ മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്ന കഞ്ചാവ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ കേസ് ഇന്നും പത്രത്തിലുണ്ട് അല്ലേ? അത് ഇന്തോനേഷ്യയിൽ നിന്നാണ് വരുന്നത്, ലാവോസിൽ നിന്ന് വരുന്നുണ്ട്, മ്യാൻമറിൽ നിന്ന് വരുന്നുണ്ട്. മ്യാൻമറിൽ നിന്നുള്ള കഞ്ചാവ് കൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആലോചിക്കുമ്പോൾ നമ്മൾ മണിപ്പൂർ കലാപവുമായിട്ട് അത് കണക്റ്റഡാണ്. മണിപ്പൂരിൽ വലിയ തോതിലുള്ള പോപ്പി കൃഷി ബിരേൻ സിംഗിൻ്റെ സർക്കാർ നശിപ്പിച്ചതിന് ശേഷമാണ് മണിപ്പൂർ കലാപം ഉണ്ടായത്. ആരൊക്കെ നിഷേധിച്ചാലും കുക്കികളുടെ മേഖലയിൽ മലമുകളിലുള്ള 60,000 ഹെക്ടർ പ്രദേശത്തെ പോപ്പി കൃഷി അവിടുത്തെ BJP സർക്കാർ നശിപ്പിച്ച് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് മണിപ്പൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട മറ്റു ചില മയക്കുമരുന്നുകളെ കുറിച്ച് പറയാം. നിട്രാസെപ്പാം, ബെൻസോഡയാസെപ്പിൻ, ഇതൊക്കെ മരുന്നുകളാണ്. ഈ ഡോക്ടർമാർ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന മരുന്നുകളാണ്. ഈ മരുന്നുകൾ വ്യാജ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാക്കിയും ഫാർമസിസ്റ്റുകളുടെ സഹായത്തോടുകൂടി വ്യാപകമായി ഉപയോഗിക്കുന്നതൊക്കെ ഇഞ്ചക്ട് ചെയ്തതാണ്. പിന്നെയുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ മാജിക് മഷ്റൂമാണ്. അത് കൂണാണ്. ഈ കൂണ് കഴിച്ചാൽ ഒരു ലഹരി ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് റീസെൻ്റ്ലി ഒരു കോടതി വിധിയോ മറ്റോ ഉണ്ടായിട്ടെന്ന് തോന്നുന്നു. ഈ മാജിക് മഷ്റൂം സ്വാഭാവികമായി ഉണ്ടാകുന്ന സാധനം അത് ലഹരിയാണോ എന്ന കാര്യത്തിൽ തർക്കം പറഞ്ഞുകൊണ്ടുള്ളൊരു വിധി സമീപകാലത്ത് വന്നിട്ടുണ്ട്. പിന്നെ MDMAയുടെ കാര്യം നമുക്കറിയാം. ഇനിയിപ്പോൾ കേരളത്തിൽ ഈ എക്സൈസിൻ്റെ കീഴിൽ ഒരു സ്റ്റഡി ബുക്കുണ്ട്. ഈ ഏതെല്ലാം ലഹരികൾ ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. അതിൽ MDMA ഏറ്റവും കൂടുതൽ, അത് രാസലഹരിയാണ്. ഏറ്റവും കൂടുതൽ MDMA കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ജില്ലകൾ 1 കോഴിക്കോട്, 2 എറണാകുളം, 3 വയനാട്. അപ്പോൾ എറണാകുളത്തും കോഴിക്കോടും വയനാട്ടിലുമാണ് ഏറ്റവും കൂടുതൽ MDMA ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഹെറോയിനും ബ്രൗൺ ഷുഗറും അതും കൊച്ചി അതിനകത്തുമുണ്ട്. കൊച്ചിയിലുണ്ട്, പാലക്കാടുണ്ട്, കോട്ടയത്തുണ്ട്. ഏറ്റവും കൂടുതൽ കേസുകൾ അവിടെയാണ് ഇതിൻ്റെത്. ഇനി മെത്താംഫെറ്റാമിൻ പറഞ്ഞല്ലോ. മെത്താംഫെറ്റാമിൻ എന്ന് പറയുന്ന ലഹരി ഉപയോഗിക്കുന്ന കേസുകൾ ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. തൊട്ടു പിന്നാലെ വയനാടുണ്ട്, കണ്ണൂരുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ മെത്താംഫെറ്റാമിൻ എന്ന് പറഞ്ഞ ഒരു തെക്കൻ കേരളത്തിൽ വടക്കൻ കേരളത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു രാസലഹരിയായിട്ടാണ് പറയുന്നത്. ഹാഷിഷ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കഞ്ചാവ് വാറ്റിയെടുക്കുന്ന സാധനമാണ് ഹാഷിഷ്. അത് പാലക്കാട്, മലപ്പുറം, ഇടുക്കി,
പാലക്കാട്, മലപ്പുറം, ഇടുക്കിയിലാണല്ലോ നമ്മുടെ നാട്ടിൽ കഞ്ചാവ് കൃഷിയുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ എത്തുന്ന മയക്കുമരുന്നിൻ്റെ പൊതുവായൊരു ചിത്രം. ഈ മയക്കുമരുന്നിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ മയക്കുമരുന്ന് വ്യാപകമായി കൊച്ചിയിലുണ്ട്, കേരളത്തിലുണ്ട്. ഇപ്പോൾ കേരളം മൊത്തം ഒരു നഗരമായി മാറിക്കൊണ്ടിരിക്കുക അല്ലേ. നമ്മൾ കേരളത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ട് മുതൽ യാത്ര ചെയ്യുക, ഒരു നഗരം കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ടൗൺ എത്തണമെങ്കിൽ എത്രയോ സമയം. പക്ഷെ നമ്മൾ കേരളത്തിൽ നിന്ന് ഒരറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നോക്കും നമ്മൾ എല്ലായിടത്തും ഒരു നഗരത്തിലൂടെ പോകുന്ന ഫീൽ. എല്ലായിടത്തും വലിയ കടകൾ, സ്ഥാപനങ്ങൾ ഒക്കെ ആയിട്ടൊരു കേരളം ഒരു വലിയ സിറ്റിയായി മാറിക്കൊണ്ടിരിക്കുക. മുമ്പൊരിക്കൽ കുറേ വർഷം മുമ്പ് എറണാകുളത്ത് ഒരു സിറ്റി പോലീസ് കമ്മീഷൻ ഉണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തായിരുന്നു ഞാൻ. അദ്ദേഹത്തിൻ്റെ ചേംബറിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കൊച്ചി മെട്രോ ഒക്കെ വരുന്നതിനെക്കുറിച്ചാണ്, കൊച്ചി മെട്രോയെക്കുറിച്ചൊക്കെ ഉള്ള ആലോചനയൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഞാനന്ന് പത്രത്തിൻ്റെ ബ്യൂറോ ചീഫായിരുന്ന സമയത്താണ്. അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കൊച്ചി മെട്രോ ഒക്കെ ആകണം, മെട്രോ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ആലോചനയൊക്കെ നടക്കുന്ന സമയത്താണ്, വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ തീരുമാനമൊന്നും ആയിട്ടില്ല. അന്ന് അദ്ദേഹം പറഞ്ഞു, കൊച്ചി മെട്രോയാണ്, കൊച്ചി ഇപ്പം മെട്രോ സിറ്റി ഒന്നും അല്ല, നിങ്ങൾ മെട്രോ എന്നൊക്കെ വിളിക്കുന്നു. മനോരമ ആയിടയ്ക്കാണ് മെട്രോ മനോരമ എന്ന് പറഞ്ഞ ഒരു ഫുൾ ഔട്ട് സപ്ലിമെൻ്റ് തുടങ്ങിയത്. അപ്പോൾ മെട്രോ ആകാനുള്ള മെട്രോ നഗരങ്ങളുടെ കൾച്ചറൊന്നും കൊച്ചിക്കില്ല. നിങ്ങളിങ്ങനെ പറഞ്ഞ് കൊച്ചിയെ മെട്രോ സിറ്റി ആക്കുമ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾ സദാചാരം പറയരുത്. ഒരു മെട്രോ നഗരം ആകുമ്പോൾ മെട്രോയിലേക്ക് വരുന്ന ലോകത്തെമ്പാടുമുള്ള മെട്രോ സിറ്റികളുടെ കൾച്ചർ വരും, ഡ്രഗ്സ് വരും, ബ്രോത്തൽസ് വരും, ഒക്കെ വരും. ഇപ്പോൾ നിങ്ങൾക്കറിയാമോ, ലോകത്തെമ്പാടും സഞ്ചരിക്കുന്ന വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഭാരവാഹികളുണ്ട്. അവരൊക്കെ പോവുകയാണ്. അവർ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ചിലപ്പോൾ 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിലെത്തുന്നത്. യാത്രകളിലൊക്കെ ആയിട്ട് ലോകത്തിലെ പല രാജ്യങ്ങളിൽ പോകുന്നു, ബിസിനസ് മീറ്റുകളൊക്കെ ആയിട്ട് പോകും. അപ്പോൾ ഇവർക്ക് ജീവിതത്തിൽ ഈ ബിസിനസ്സിൻ്റെയും മണി ട്രാൻസാക്ഷൻ്റെയും കാര്യം എന്നുള്ള ഒരു ഭയങ്കര ഹൈപ്പർ ടെൻഷനിലാണ് ഇവർ കഴിയുന്നത്. റിലാക്സ് ചെയ്യണ്ടേ, മദ്യം വേണ്ടി വരും, ചിലപ്പോൾ മറ്റ് ലഹരി വസ്തുക്കൾ വേണ്ടി വരും, സ്ത്രീ വേണ്ടി വരും. ഇപ്പോൾ എല്ലായിടത്തും ഇത്തരം വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ സിഇഒമാരൊക്കെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് എസ്കോർട്ട് പോകുന്ന സ്ത്രീകളുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരാൾ സഞ്ചരിക്കുകയാണ്, എസ്കോർട്ട്. അവർക്കൊരു കമ്പനി, ഒരു റിലാക്സേഷൻ, ഇടയ്ക്കൊന്ന് സംസാരിക്കാൻ, ഇങ്ങനെ ഹീറ്റഡ് ഡിസ്കഷൻസിൽ മാത്രം ഇരിക്കുന്നത്. അപ്പോൾ എസ്കോർട്ടിങ് എന്ന് പറയുന്നത് മെട്രോ നഗരങ്ങളിൽ പതിവാണ്. ഇതെല്ലാം കൊച്ചിയിലേക്ക് വരും. മദ്യം വരും, മയക്കുമരുന്ന് വരും, എസ്കോർട്ടിങ് വരും, ബ്രോത്തൽസ് വരും. നിങ്ങൾക്കിതൊന്നും നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു മെട്രോ കൾച്ചറാണ് കൊച്ചിക്ക് വേണ്ടി കാക്ഷിക്കുന്നതെങ്കിൽ മെട്രോയുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടെല്ലാം വരും. അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള, അതിൽ ഹാംഫുൾ ആയിട്ടുള്ളതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെക്കാനിസം നിങ്ങൾക്ക് ഉണ്ടാവണം. അത് കേരളത്തിലുണ്ടോ എന്നുള്ളത് വളരെ ആശങ്കയോടെ നമ്മൾ കാണേണ്ടതാണെന്ന് അദ്ദേഹം ഒരു 15-20 വർഷം മുമ്പ് എന്നോട് പറഞ്ഞതാണ്. അദ്ദേഹം പിന്നീട് കേരള പോലീസിലെ ഒരു വലിയ പദവിയിലേക്ക് എത്തി റിട്ടയർ ചെയ്തു. പക്ഷേ ഇപ്പോഴും ഞാൻ നോക്കുമ്പോൾ നമ്മൾ മെട്രോ ആവണം, നഗരം വികസിക്കണം, കേരളം വികസിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഭാഗമായി വന്നു ചേരുന്ന ഈ അനാശാസ്യം എന്ന് പറയാവുന്ന ഇത്തരം പ്രവണതകളെ ചെറുക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ പറയാം, ഭവിത ചോദിക്കാത്ത ചോദ്യം, ഞാൻ തന്നെ ചോദിച്ചൊരു ഉത്തരം പറയാം. നമ്മൾ സ്വർണ്ണക്കള്ളക്കടത്ത് പറയുന്നുണ്ട്, സ്വർണം പിടിക്കുന്നുണ്ട്, അതിൻ്റെ കാരിയർമാരെ പിടിക്കുന്നുണ്ട്, പിടിച്ച വാർത്തയുണ്ടായി. ഈ കേസെടുത്തതിന് ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു? ഇപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്ത് കടത്തി വെച്ച് സ്വർണം കടത്തിക്കൊണ്ടുവരുന്ന ആളറിയാം, സ്ത്രീകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അവരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ സ്വർണം കടത്തിക്കൊണ്ട് വന്നാൽ അതൊരു പിഴയടച്ച് പോകാന്നേ ഉള്ളൂ, ടാക്സ് അടച്ചിട്ട് വിട്ടുകൊടുക്കാം. അങ്ങനെ അത് വിട്ടുകൊടുക്കുന്നുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവരെ കസ്റ്റഡി കിട്ടുമല്ലോ, റിമാൻഡ് ചെയ്യുമല്ലോ, ഇവരെ ചോദ്യം ചെയ്യുമല്ലോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾ. എന്നിട്ട് ഇവരോട് ചോദിച്ചിട്ടുണ്ടോ ആർക്ക് വേണ്ടി നിങ്ങൾ ഈ സ്വർണം കൊണ്ടുവന്നു? അതിന് ഉത്തരവില്ല. എത്രയോ കാലമായി സ്വർണ്ണക്കള്ളക്കടത്ത് ഇങ്ങനെ നിർബാധം നടക്കുന്നു, വാർത്തകളുണ്ട്. ഈ സ്വർണം കൊണ്ടുവന്നത് ആർക്കു വേണ്ടി എന്നുള്ള ചോദ്യത്തിന് ഒരു ഏജൻസി ഉത്തരം പറയുന്നില്ല, ഒരു മാധ്യമം അത് അന്വേഷിക്കുന്നില്ല, ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് കേരളത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ 2024 കണക്കനുസരിച്ച് വാണിജ്യ ആവശ്യത്തിനായിട്ട് മയക്കുമരുന്ന്, കഞ്ചാവെന്നല്ല, MDMAയും ബ്രൗൺ ഷുഗറും ഹൈബ്രിഡ് കഞ്ചാവും ഒക്കെ ഉൾപ്പെടെ കൊണ്ടുവന്ന് 258 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് 4500 കിലോ കഞ്ചാവ് പിടിച്ചു, 24 കിലോ MDMA പിടിച്ചു, 100 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചു. ഇത്രയും ക്വാണ്ടിറ്റി പിടിച്ചിട്ടുണ്ട്. ഇത് ആർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്? എവിടെ നിന്ന് കൊണ്ടുവന്നതാണ്? ആരാണ് അയച്ചത്? ഇത് പോലീസിനറിയില്ലേ? പോലീസ് അത് പിടിച്ച പ്രതികളോട് ചോദിച്ചിട്ടില്ലേ? ചോദിച്ചിട്ട് അവർ പറഞ്ഞില്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള സംവിധാനം ചെയ്തോ? ഇതിന് ഉത്തരം ആരും പറയുന്നില്ല. അപ്പോൾ ഇതിനെ ഈ കഞ്ചാവ് അല്ലെങ്കിൽ മയക്കുമരുന്ന് അയക്കുന്ന കേന്ദ്രങ്ങളുടെ സോഴ്സ് രഹസ്യമായി വെക്കാൻ പോലീസും എക്സൈസും തയ്യാറാവുന്നുണ്ട്. പോലീസും എക്സൈസും തയ്യാറാവുന്നത്
നിശ്ചയമായും സംസ്ഥാനത്തെ ഭരണകൂടം അതിന് ഒത്താശ നിൽക്കുന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള പിണറായി വിജയൻ ചോദിക്കണം, ഇഷ്ടം പോലെ മയക്കുമരുന്ന് വരുന്നുണ്ട്, നീയൊക്കെ പറയുന്നു ഇത്ര കിലോ പിടിച്ചെന്ന് പറയുന്നു, ഇത് എവിടുന്ന് കൊണ്ടുവന്നു, ആർക്ക് വേണ്ടി കൊണ്ടുവന്നു, ആരയച്ചു, എനിക്ക് അവനെ വേണം, അല്ലേ? അവനെ പിടിച്ചാലല്ലേ തീരുള്ളൂ, ഇത് അയക്കുന്നവനെ പിടിച്ചാലല്ലേ ഇത് വരാതിരിക്കുള്ളൂ. അങ്ങനെ ചോദിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല, ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിയും തയ്യാറാവുന്നില്ല. ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെങ്കിലും ഇങ്ങനെ പറയുകയാണ്, ഞാൻ കൊണ്ടുവന്നതിനെ പിടിച്ചു, കാരിയറെ പിടിച്ചു, എനിക്ക് വേണ്ടത് അയക്കുന്നവനെയാണെന്ന് DGP വിളിച്ച് പറയുക, അല്ലെങ്കിൽ എക്സൈസ് കമ്മീഷണറെ വിളിച്ച് പറയുക, നിങ്ങൾ മയക്കുമരുന്ന് കേസ് പിടിച്ചാൽ മാത്രം പോരാ, അവനെ പിടിച്ച് നിങ്ങൾ മയക്കുമരുന്നിൻ്റെ കാരിയറെ പിടിച്ച് നിങ്ങൾ ജയിലിടും, എനിക്ക് വേണ്ടത് ഇത് അയച്ചവനെയാണ് എന്ന് പറയാൻ പിണറായി വിജയൻ എന്ന് തയ്യാറാവുന്നോ അന്ന് കേരളത്തിലെ മയക്കുമരുന്ന് വ്യാപനം നിൽക്കും, അല്ലെങ്കിൽ ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ രാഷ്ട്രീയക്കാർ അങ്ങനെ ഒരു നിലപാടെടുക്കാത്തത് കൊണ്ട് രാഷ്ട്രീയക്കാർക്ക് എന്തൊക്കെ ഗുണമുണ്ട്? കാരണം ഇത് ഏറ്റവും പെട്ടെന്ന് പണമുണ്ടാക്കാവുന്ന ഏറ്റവും നല്ല ബിസിനസ്സാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൻ്റെ വിഹിതം പോകുന്നുണ്ടായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.